അച്ഛൻ പൊന്നുകുട്ടിയും കൂടെ കടയിൽ പോയിട്ട് വന്ന വഴിയാട്ടോ. പൊന്നുകുട്ടിക്ക് വീട്ടിലിടാൻ വേണ്ടി ഒരു ചെരുപ്പ് വാങ്ങാൻ പോയത്. അപ്പോൾ വാങ്ങിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ദേ കവറിൽ നിന്ന് എടുത്തുകൊണ്ട് എന്നെ കാണിച്ചു തരാണേ. ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ആയി എന്ന് പറഞ്ഞു കേട്ടോ. വാക്കുട്ടനെ കിടന്ന് ഭയങ്കര നൊലോളിയാട്ടോ. ചേട്ടായിക്ക് ചെരുപ്പ് വാങ്ങിച്ചപ്പോൾ ആൾക്ക് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് 2 ആഴ്ച മുന്നേ 2 പേർക്കും ചെരുപ്പ് വാങ്ങിച്ചായിരുന്നു. പൊന്നുകുട്ടിയുടെ ചെരുപ്പ് പോയിണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയി വാങ്ങിച്ചു കൊടുത്താണേ. അങ്ങനെ കൂരി വാങ്ങിയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കൂരിയൊക്കെ വേഗം നന്നാക്കി എടുത്തു. നല്ല മുട്ടയൊക്കെ ഉള്ള കൂരിയായിരുന്നു കേട്ടോ. അപ്പോൾ നന്നാക്കി എടുത്തു കഴിഞ്ഞ് തക്കാളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്തു കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് ഇതേ നേരെ നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണ്ടേ. സമയം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നൊലോളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോയി സമാധാനിപ്പിക്കാൻ കൊണ്ടുവന്നപ്പം എണ്ണി പിറക്കി നൊലോളിക്കുക കേട്ടോ. പിന്നെ സങ്കടമൊക്കെ മാറ്റി ഞാൻ ദേ കൂരിയുടെ മുട്ടയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഇത്തിരി സങ്കടമൊക്കെ മാറി TV കാണാൻ കൊണ്ട് ഇരുത്തി കേട്ടോ. പിന്നെ നാളെ രാവിലത്തേക്ക് വേണ്ടി ഞാൻ ദേ പാവയ്ക്കും കൂടി നന്നാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പാവയ്ക്കക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാവയ്ക്ക് ഇപ്പോൾ രാത്രി നന്നാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കയ്പ്പ് മാറി കിട്ടിക്കോളും. അങ്ങനെ നന്നാക്കണേൻ്റെ ഇടയ്ക്ക് നമുക്ക് വഴറ്റാൻ വെച്ചേക്കണതൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാവയ്ക്കൊക്കെ നന്നാക്കി എടുത്തു. അതിനകത്തേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ കുളിക്കാൻ വേണ്ടി വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഫോൺ വിളിയിലാട്ടോ. വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം ചൂടാറാറായിട്ടോ. അങ്ങനെ ദേ നമ്മുടെ തക്കാളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്തു കേട്ടോ. അതിൻ്റെ പച്ചമണം മാറണവരെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഗ്രേവി ഒന്ന് തിക്കായി വന്ന വരെ. എന്നിട്ട് ദേ 3 കഷ്ണം ഒരു കുടംപുളിയും കൂടെ ചേർത്തു കേട്ടോ. എന്നിട്ട് ദേ നമ്മുടെ മീനിലേക്ക് അത് ഒഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ദേ നമ്മുടെ മീൻ കറി റെഡിയാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ദേ പൊന്നുകുട്ടിക്കും വാവക്കുട്ടനും പാലും കൂടി തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് ചെറുതായിട്ട് ജലദോഷവും തുമ്മലും ചുമയൊക്കെ ഉണ്ട് കേട്ടോ 2 പേർക്കും. അപ്പോൾ ദേ വാവക്കുട്ടന് കൊടുക്കാൻ വേണ്ടി കുറച്ച് മരുന്നും കൂടി എടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊന്നുകുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല കേട്ടോ. വീട്ടിൽ ചെയ്യാൻ പറയണ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വേഗം തന്നെ മാറിക്കോളും. വാക്കുട്ടന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെപ്പാട് ടെൻഷനാട്ടോ. പെട്ടെന്നൊന്നും മാറില്ല. അങ്ങനെ ദേ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണെ. അങ്ങനെ നോക്കിയപ്പോൾ പൊന്നുകുട്ടി പുതിയ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഊരിട്ടില്ല കിട്ടിയേ. പിന്നെ അങ്ങനെ 2 പേരും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി എന്തായെന്ന് അറിയാൻ ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ആയിരുന്നേ. എപ്പോഴും കൂരിക്കറി വറുത്തരച്ച കൂട്ടാറ് മുളക് കറി വയ്ക്കൽ കുറവാട്ടോ. അങ്ങനെ 2 പേർക്കും കഴിക്കാൻ വേണ്ടി എടുത്തു. മനസ്സോടെ ആട്ടോ പൊന്നുകുട്ടി ഇരുന്ന് കഴിക്കുന്ന തുമ്മി ആവശ്യതയായിട്ടുണ്ടായിരുന്നു. വാവക്കുട്ടന് കൂരിക്കറി കൂട്ടിയാട്ടോ കൊടുത്തത്. പൊന്നുകുട്ടിക്ക് ചെമ്മീൻ റോസ്റ്റ് ആണേ. പൊന്നുകുട്ടി എരിവൊക്കെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റൊക്കെ മേടിച്ചത് കഴിച്ചിട്ട് പല്ല് കാണിച്ചു തരികയാണ് എന്നെ. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറും കൂടി എടുത്തു കേട്ടോ. കൂരിക്കറിയും ചെമ്മീൻ റോസ്റ്റൊക്കെ ആയിട്ട്.